എടാ വിജയ, എന്താടാ ദാസ? ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ഫൈൻ ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇന്ന് ഞാൻ ചെന്നൈയിൽ നമ്മുടെ നാടോടിക്കാറ്റിൻ്റെ ലൊക്കേഷൻ ഹണ്ടിലാണ്. അപ്പം നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോയി കാണാം. ഇന്നത്തെ വീഡിയോയിൽ നാടോടിക്കാറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഹലോ, അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ സ്ഥലം കാണാൻ വന്നിരിക്കുകയാണ്. നമുക്ക് മലയാളികൾക്ക് വളരെയധികം പരിചയമുള്ളൊരു സ്ഥലമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസനും കൂടി വന്ന് നമ്മുടെ പവനായ ശവമാക്കിയിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, ആ ബിൽഡിങ് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ കുറച്ച് അവിടെ സ്ഥലങ്ങൾ കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. ഇതിപ്പോൾ ഒരു പാർക്കാണ്. ഈ പാർക്ക് വന്നിട്ട് 5 ഏക്കറിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ടവറുള്ള. ഈ ടവറിന് വന്നിട്ട് ഇപ്പം നമ്മൾ അണ്ണാനഗർ ടവർ എന്നാണ് പേര്. ഇതിൻ്റെ പേര് വന്നിട്ട് അണ്ണാനഗർ ടവർ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ പവനായിയെ ശവമാക്കിയിട്ടുള്ള ബിൽഡിങ്. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഓർമ്മ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടേക്ക് ഇതൊന്ന് കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ദാസനും വിജയനും വന്ന് പവനായെ ശവമാക്കിയ സ്ഥലം നമ്മൾ സിനിമയിൽ പറഞ്ഞോളാം. ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ്. ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ ഗണ്ണ് മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെ ഇതിലുണ്ട്. ദാസ, ഏതാ ഈ അലവലാതി? ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലവലാതി, ഐ ആം പവനായി. പാർക്ക് വന്നിട്ട് ടോട്ടല് 5 ഏക്കറിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സാണ്, കൂടെ വന്നിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ബ്ലാക്ക് ഷർട്ട് പോയിട്ടുള്ള ജഗൻ, ഇത് വന്നിട്ട് ആനന്ദ്, എൻ്റെ കൊളീഗ്സാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പതുക്കെ ഞായറാഴ്ച ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഇതാണ് അങ്ങനെ ആ സ്ഥലം. ഞാൻ വന്നു കണ്ടു. ഈ വീട് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു പണ്ട് ദാസനും വിജയനും വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഇത് പൊളിച്ചത് ഇത്രയും വലിയ വീടൂടെ കെട്ടി. എൻ്റെ ഓപ്പോസിറ്റ് ശോഭന താമസിച്ചിരുന്ന വീട്, അതിപ്പോഴും ഇവിടെ ഉണ്ട്. ഇതാണ് ആ വീട്. ഒരിച്ചിരി പഞ്ചസാര തരുമോ, ഒരിച്ചിരി അരി തരുമോ എന്ന് വെച്ച് കയറി വരുന്ന വീട് ഇതായിരുന്നു. ഇതൊക്കെയാണ് പഴയ ഓർമ്മകൾ. ഇതാണ് ആ കോളനി. ഈ കോളനി വന്നിട്ട് AVM കോളനി 5th സ്ട്രീറ്റാണ്. 5th സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡെഡ് എൻഡ് എത്തുന്നതിന് മുമ്പ് 2 വീട് ഇപ്പുറം നമുക്ക് ആ പ്ലേസ് കാണാം. പക്ഷേ വീട് മാറി പുതിയ വീടായി, ഇത്രയും വലിയ വീടായി. എന്നാൽ ഈ വീട്, ശോഭന താമസിക്കുന്ന വീട് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതും ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് AVM 5th സ്ട്രീറ്റ്. 5th സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് അശോക് നഗർ. ഈ സ്കൂട്ടർ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു മറ്റേ ഒരു ഹാൻഡ് പൈപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പൈപ്പൊക്കെ പോയി. ഇവിടെയാണ് മറ്റേ ശോഭനും മോഹൻലാലൊക്കെ വെള്ളം എടുക്കാൻ വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോയി. ഇവിടെയൊക്കെ നിറയെ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയി. ഒന്ന് ശശി സാറിനോട് പറയോ? അത് എവിടെയുണ്ട്? ശശിയേട്ടൻ ഭരണിയില്ല. ഭരണിയിൽ
ഭരണി സ്റ്റുഡിയോയില്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണി സ്റ്റുഡിയോ. നമ്മുടെ സീമ ചേച്ചി ഐ വി ശശി സാറെ ഭരണിയിലാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലം. ആ പടത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശശിയേട്ടൻ അവിടെ ചോദിക്കുമ്പോൾ, ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ ശശിയേട്ടൻ ഭരണിയിലാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റുഡിയോ. മുമ്പ് ഇതൊരു സ്റ്റുഡിയോ ആയിരുന്നു. ഇപ്പോൾ വന്നിട്ട് കല്യാണ മണ്ഡപവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓർമ്മകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കറങ്ങി ബസന്ത് നഗർ ബീച്ചിലെത്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയുടെ അവസാനം നമ്മൾ ഇവിടെ ആക്കുകയാണ്. പക്ഷേ സ്റ്റാർട്ടിങ് പ്ലേസ് ഇതാണ് കാണിക്കേണ്ടത്. പക്ഷേ കറങ്ങി തിരിഞ്ഞിട്ട് അവസാനമാണ് ഇവിടെ എത്തിയത്. നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഈ സ്ഥലം ഒരു മലയാളി മറക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ദാസനും വിജയൻ്റെ ദുബായ്, അവർ ഈ കടപ്പുറത്താണ് വന്ന് ഇറങ്ങിയത്, നീന്തി കയറിയത് ഈ കടപ്പുറത്താണ് ആ ഫിലിമിൽ. ഇതിപ്പോൾ ഫുള്ള് മതിലൊക്കെ കെട്ടി കവർ ചെയ്തിരിക്കുകയാണ്. പണ്ട് ആ ഫിലിമിൽ കാണുമ്പോൾ ഈ സ്തൂപം മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് KAG സ്കമ്മറ്റ് മെമ്മോറിയൽ എന്ന് വന്നിട്ട് ഡെൻമാർക്കിലെ ഒരു മദ്രാസ് റെജിമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾ 1930 ഡിസംബറിൽ ഈ കടലിൽ വീണ് പോയ ഒരു പെൺകുട്ടീനെ രക്ഷിക്കുന്ന ഇടയിൽ ആള് മരിച്ചു. അപ്പോൾ ആളുടെ മെമ്മറിക്ക് വേണ്ടി കെട്ടിയിട്ടുള്ളതാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെയാണ് ഇവര് മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ വന്നിട്ട് അറബിയുടെ കുപ്പായിട്ടിട്ട് വന്നിരിക്കുന്ന സീനും പെട്ട് കൈമാറുന്ന സീനൊക്കെ ഇവിടെയാണ്. ഇത് വന്നിട്ട് ബസന്ത് നഗർ ബീച്ചാണ്. ബീച്ച് ഞാൻ ഒരു 20 കൊല്ലം വരെ മുമ്പ് വരുമ്പോൾ ഈ തൂണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമുക്കിതുപോലെ മൊബൈലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥലം വന്ന് കണ്ടുപോയെന്നല്ലാണ്ട്. അപ്പം നിറയെ കടകളും എല്ലാമായിട്ട് ഭയങ്കര രസമാക്കിയിട്ടുണ്ട് ബീച്ച്. നൈറ്റ് ലൈഫിന് മദ്രാസിലുള്ളവർക്ക്, മീൻസ് ഇപ്പോഴത്തെ ചെന്നൈ വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റുള്ള സ്ഥലം. കാരണം നല്ല കടൽക്കാറ്റ് കൊണ്ട് ഈ ചൂടില്ലാണ്ട് സിറ്റി ചൂടിന്ന് വിട്ടിട്ട് വന്ന് നമുക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. ഞങ്ങൾ ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോൾ ആ ബിൽഡിങ് മൊത്തമായിട്ട് ഇടിച്ചു കളഞ്ഞു. അതൊരു നല്ലൊരു സ്പോട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ പുതിയ വിഷയങ്ങൾ എഴുതണം. അപ്പോൾ ടിൽ ദാൻ ബൈ.